തൂഫാൻ എങ്ങനെയുണ്ട്? അടിപൊളി. എത്ര മാർക്ക് കൊടുക്കാം? ഫുൾ കൊടുക്കാം. അല്ലെങ്കിൽ പെരുമ്പാവൂർക്ക് ഇനി ഒരു പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാത്ത സ്ഥിതി വരും. അത്രമാത്രം ഭയാനകമാണ് പെരുമ്പാവൂരിലെ ലഹരി മാഫിയയുടെ പിടിയിലാണ്. ഇത്രയും സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടുമ്പോൾ പിന്നെ എന്തിന് പിന്നോട്ട് മാറണം? ഇതുവരെ ഞങ്ങൾക്ക് കിട്ടാതിരുന്ന ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭരണം മാറിക്കഴിഞ്ഞപ്പോൾ അത് 100% ഗവൺമെന്റ് സപ്പോർട്ടോടുകൂടി ജനങ്ങൾക്കൊരു ആത്മവിശ്വാസം, സാധാരണക്കാർക്കൊരു ആത്മവിശ്വാസം നൽകാൻ കഴിഞ്ഞു ഈ തൂഫാൻ പ്രഖ്യാപിച്ചതോടുകൂടി. Tufan is a real wind which is blown in Kerala. The Home Minister is doing a great job. പെരുമ്പാവൂർ പഴയ പെരുമ്പാവൂരല്ല. പെരുമ്പാവൂരാണ് ഈ ലഹരി മരുന്ന് മാഫിയയുടെ ഒരു പ്രഭവ സ്ഥാനം. ദി ജേർണലിസ്റ്റ് എന്നുള്ളത് പെരുമ്പാവൂരിലെ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലാണ്. ഒരു പ്രത്യേക കാര്യമെന്ന് പറയുന്നത് കേരളം ഇതിനോടകം തന്നെ ഇരുകൈ നീട്ടി സ്വീകരിച്ച തൂഫാൻ്റെ ഭാഗമായിട്ട് ഇന്ന് രമേശ് ചെന്നിത്തല ഇവിടെ എത്തുകയാണ്. മാത്രമല്ല തൂഫാൻ ജാഗരൻ എന്ന പരിപാടിയാണ് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അതിഥി തൊഴിലാളികളെ കാണുകയും ഈ പെരുമ്പാവൂരുള്ള വ്യാപാരികളെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഈ തൂഫാൻ വന്നിട്ട് കണ്ടത്, അല്ലെങ്കിൽ തൂഫാൻ എത്രത്തോളം അവർ സ്വീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഞാൻ പെരുമ്പാവൂരുള്ളതാണ്. വർഷങ്ങളായിട്ട് ഇതിൻ്റെ പിന്നാലെ ഉള്ള വ്യക്തിയാണ്. ഇതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ സംഘടിതമായിട്ട് ഇപ്പോഴാണ് ഊർജം ഞങ്ങൾക്ക് കിട്ടിയത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരുപാട് തിക്താനുഭവങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ്. ആവേശത്തിലാണ്. അതുപോലെ തന്നെ തൂഫാൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ 2 അല്ലെങ്കിൽ 3 പേരെ അല്ലെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അകത്താക്കി അല്ലെങ്കിൽ വീണ്ടും പുറത്ത് വരും എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഈ ഒരു തൂഫാൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യത കുറവാണ് എന്ന് പലരും പല രീതിയിൽ വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടുമ്പോൾ പിന്നെ എന്തിന് പിന്നോട്ട് മാറണം? ഇതുവരെ ഞങ്ങൾക്ക് കിട്ടാതിരുന്ന ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കക്ഷിയില്ല, ഒരു രാഷ്ട്രീയമില്ല, ഒരു ജാതിയില്ല, ഒരു മതമില്ല. ഒരു നാട് നശിക്കുന്നത് അവിടെ നടക്കുന്ന തിന്മകൾ കൊണ്ട് മാത്രമല്ല, അതറിഞ്ഞിട്ടും കണ്ടിട്ടും പ്രതികരിക്കാത്തവരെ കൊണ്ടുകൂടിയാണ് എന്ന അർത്ഥവാക്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പറ്റം പെരുമ്പാവൂർ നിവാസികളുടെ പോരാട്ടത്തിൻ്റെ വിജയമാണ് ഇന്ന് കാണാൻ പോകുന്നത്. സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമ്മളുടെ തലമുറയ്ക്ക് അതോടൊപ്പം തന്നെ നടക്കുന്ന ഈ രാജ്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലെ ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ ഏകദേശം ഇന്നലത്തെ കണക്കനുസരിച്ച് 4000-ലധികം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കേസുകളിൽ ബഹുഭൂരിപക്ഷവും പെരുമ്പാവൂരും പരിസര പ്രദേശത്തുമാണ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വേട്ട നടന്നത് പെരുമ്പാവൂരാണ്. ഒരു പരിധിവരെ അത് തിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് മാറ്റവും സംഭവിച്ചിട്ടുണ്ട്. അതിപ്പം ഇവിടെ അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു മേഖലയിലെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. തീർച്ചയായിട്ടും അത് പെരുമ്പാവൂർക്കാരുടെ വിജയം തന്നെയാണ്. ഒരു ചെറിയ പരിധിവരെയൊക്കെ ഉണ്ടായിരുന്നു, പൂർണ്ണമായിട്ടും ഇല്ലായിരുന്നു, സപ്പോർട്ടില്ലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മാറ്റം വന്നിട്ടുണ്ട്. 100 മാർക്കും കൊടുക്കാമല്ലോ. എന്താ സംശയം? തൂഫാൻ പ്രഖ്യാപിച്ചുല്ലോ 100 മാർക്ക്. കാരണം ഭരണം മാറുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങിയതാണ് ആളുകൾ ബായ് കോളനി കേന്ദ്രീകരിച്ചുകൊണ്ട്. പക്ഷേ ഭരണം മാറിക്കഴിഞ്ഞപ്പോൾ അത് 100% ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി ജനങ്ങൾക്കൊരു ആത്മവിശ്വാസം, സാധാരണക്കാർക്കൊരു ആത്മവിശ്വാസം നൽകാൻ കഴിഞ്ഞു ഈ തൂഫാൻ പ്രഖ്യാപിച്ചതോടുകൂടി. അതിനു മുമ്പ് ആളുകൾക്കൊരു ഭീതി ഉണ്ടായിരുന്നു. ഇതിൽ ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഈ മയക്കുമരുന്ന് മാഫിയയുടെ ത്രെട്ട് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല അതുപോലെ തന്നെ ഇവർക്ക് മീൻസ് ഇവർ സിമ്പിളായിട്ട് ഇവരെ പിടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ജയിലിൽ നിന്ന് മീൻസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം വാങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ മാറി. ഇനി ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇനിയും അതിൻ്റെ നിയമവശങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് വളരെ സ്ട്രിക്റ്റായിട്ട് ഇതിൽ കേസിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകളായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിനൊരു മാറ്റം 100% ഉണ്ടാവും തന്നെയാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. Tufan is a real wind which is blown in Kerala. The Home Minister is doing a great job. I have come all the way from Mumbai to support this whole work of Tufan. And I'm a sportsman. I used to Anson Thomas.
I used to play sports and work in the red light areas of Mumbai. And I want to use sports over here in Kerala, especially in Perumbavoor, and see that changes come over here. And I want Tufan is doing good work, but it's just the beginning. There's a lot of work to be done, and we have to see changes coming over here. So it's good that the government, the present government, is taking all this initiative, especially the Home Minister, Sri Ramesh Channithala. I had met with him yesterday in his office in Trivandrum, and he himself said, like, please come and join today. And that's the reason I am here. I'm so happy to be over here. ആഭ്യന്തരമന്ത്രി ഈ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത് നന്നായിട്ടുണ്ട്. ഇത് കേരളത്തിൽ എങ്ങനെ വിജയം വരിക്കും എന്നത് അറിഞ്ഞിട്ട് ആഭ്യന്തരമന്ത്രിക്ക് മാർക്ക് കൊടുക്കാം. എന്താണെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. കറക്റ്റ്, പെരുമ്പാവൂർ പഴയ പെരുമ്പാവൂരല്ല. പെരുമ്പാവൂരാണ് ഈ ലഹരി മരുന്ന് മാഫിയയുടെ ഒരു പ്രഭവ സ്ഥാനം. അത് അമർച്ച ചെയ്യാതെ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പോലും കഴിയില്ല. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്കത് തീർത്തങ്ങ് പറയാറായിട്ടില്ല. എന്താണേലും ചെറിയ കാര്യങ്ങളല്ലല്ലോ. 18 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടിക്കപ്പെട്ടു. അതിൻ്റെ ഒറിജിൻ തായ്ലൻഡാണ്. അപ്പോൾ ഈ പരിപാടി അതിഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോയാൽ അതിൻ്റേതായ ക്രെഡിറ്റ് മുഴുവൻ ആഭ്യന്തരമന്ത്രിക്ക് തന്നെയാണ്. രാഷ്ട്രീയമായി ഞങ്ങളൊക്കെ വ്യത്യസ്ത ചേരിയിലാണെങ്കിലും അത് പറയാനും അഭിനന്ദിക്കാനും ഒന്നും ഞങ്ങൾക്ക് മടിയില്ല. അല്ലെങ്കിൽ പെരുമ്പാവൂർക്ക് ഇനി ഒരു പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാത്ത സ്ഥിതി വരും. അത്രമാത്രം ഭയാനകമാണ് പെരുമ്പാവൂരിലെ ലഹരി മാഫിയയുടെ പിടിയിലാണ്. എങ്ങനെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണല്ലോ, കോൺഗ്രസിൻ്റെ നേതാവല്ലല്ലോ. തീർച്ചയായും തൂഫാൻ എന്ന പരിപാടി നല്ലൊരു കാര്യമാണ്. കാരണം പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാം, പെരുമ്പാവൂർ കുറച്ച് കാലങ്ങളായിട്ട് ഒരു രക്ഷയില്ല. അത് അന്യ സംസ്ഥാന തൊഴിലാളികൾ, ഇവരുടെ അഡ്രസ്സോ ഇവരെവിടെ നിന്ന് വരുന്നോ ഒന്നും നമുക്ക് അറിയാൻ പറ്റണില്ല. അപ്പോൾ അവരെ അടിച്ചമർത്തണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് പറ്റുള്ളൂ, അല്ലാണ്ട് ജനങ്ങൾക്ക് ഇറങ്ങി നാട്ടുകാർക്ക് ഇറങ്ങി പറ്റില്ല. എന്തായാലും ആഭ്യന്തരമന്ത്രി ഇങ്ങനെ ഒരു പരിപാടി നടത്തിയ കാരണം കൊണ്ട് ന്യായമായ ഒരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടും. എന്തായാലും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തിന് പിന്തുണ കിട്ടും. എന്തായാലും തൂഫാനൊപ്പാണ്. തൂഫാൻ എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി. എത്ര മാർക്ക് കൊടുക്കാം? ഫുൾ കൊടുക്കാം. ലഹരിക്കെതിരെയാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരു ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നത് കണ്ടാൽ നിങ്ങൾ പെട്ടെന്ന് എന്തായിരിക്കും? ഞങ്ങൾ പ്രിൻസിപ്പാളിന്റെ ധൈര്യം ഇപ്പൊ തൊട്ടാണോ അതോ പണ്ട് നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നോ? തൂഫാൻ വന്നതിലൂടെ അവർക്ക് ഒരുപാട് അവരുടെ ലൈഫിൽ മാറ്റം ഉണ്ടായി. അതായത് ഒരു ലഹരി ഉപയോഗിക്കുന്നത് കണ്ടാൽ പോലീസിനെ വിളിക്കാം എന്നുള്ളൊരു ധൈര്യം കൂടി അവർക്ക് വന്നിരിക്കുകയാണ്. അത് തൂഫാന്റെ ഒരു വലിയൊരു മാറ്റം തന്നെയാണ്. എന്തായാലും കുട്ടികളിലും തൂഫാൻ എത്രത്തോളം എത്തിച്ചേർന്നു എന്നുള്ളത്. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണോ നിങ്ങൾ? എങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണെങ്കിൽ ഓക്കെ പറയണം. ഇങ്ങനെ 1 2 3 സ്റ്റാർട്ട്.